ബബിള് പാമ്പിന്റെ വയൽ പോയേ. ഓ, ഞാൻ കളിക്കുന്നില്ല. മോനെ ബബ്ലു, എന്താ അച്ഛാ? നീളമുള്ളൊരു കമ്പ് എടുത്തോണ്ട് വന്നേ. വേഗം വേണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. നിക്ക് ബബിളു, ഞാനും വരുന്നു. ആഹാ, എന്തിനാ ഇപ്പൊ കമ്പ്? ഈ മാറാലെ ഒന്ന് വൃത്തിയാക്കാൻ. അയ്യോ, ഇതിന് നീളം കുറഞ്ഞു പോയല്ലോ മോനെ. അതെ, കമ്പ് ഞാൻ കൊണ്ടുവരാം. എന്താ അച്ഛാ ഈ നീളം? നീളമെന്ന് പറഞ്ഞാൽ ഒരറ്റം മുതല് മറ്റേ അറ്റം വരെയുള്ള അളവാണ്. ഇവിടം മുതല് ഇവിടം വരെ. നിങ്ങൾക്ക് ചെറുതും വലുതും അറിയില്ലേ? എങ്കി പറ, ഇതിൽ ഏത് കമ്പാണ് വലുത്? ഇതാ വലുത്. ആഹാ, മിടുക്കി. ഇനി പറ, ഇതില് ഏതാണ് നീളം കൂടിയത്? നമുക്ക് നീളം കൂടിയതും കുറഞ്ഞതും അളന്ന് കണ്ടുപിടിക്കാം. 1 2. ഇത് 2. 1 2 3. ഇനി നിങ്ങൾ പറ, 2 ആണോ 3 ആണോ വലുത്? 3 ആണച്ചാ. അപ്പൊ ചെറുതോ? 2. ഇനി പറ, ഇതില് ഏതാണ് നീളം കൂടിയത്? ഇത്. ആ, അതെ. ആ, ഇനി രണ്ടുപേരും പുറത്തുപോയി കളിച്ചേ. ദേഹത്തൊക്കെ പൊടി വീഴും. അച്ഛാ, അതെന്തിനാ കമ്പിൽ കെട്ടിയത്? അതോ, അച്ഛൻ അവിടം വരെ എത്താത്തത് കൊണ്ട് നീളം കൂട്ടിയതാ. മതി, പുറത്തോട്ട് പോയിക്കോ. എന്താ ബബലു, ഒരു ശബ്ദം കേട്ടത്? ഓ, ഞാനും കേട്ടു. ഒന്ന് നോക്കിയേ. അയ്യോ അമ്മേ, ഭാനു കണ്ടോ? ഒരു കുഞ്ഞിക്കിളി. പോവും, നിലത്ത് വീണതോ? വാ പോയി നോക്കാം. അയ്യോ, ഞാൻ എന്റെ കൂട്ടിന്ന് വീണു പോയതാ. എന്നെ തിരികെ കൂട്ടിലെത്തിക്കാമോ? അമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. ഉറപ്പായി എത്തിക്കാം. കുഞ്ഞ് പേടിക്കണ്ട, അല്ലേ ബാനു? എത്തിക്കാം, പക്ഷെ എങ്ങനെ? ഈ മരത്തില് നിറച്ചു ഉറുമ്പല്ലേ. എന്താ പ്രശ്നം? ചേട്ടാ, ഈ കുഞ്ഞു കിളിയെ കണ്ടോ? കൂട്ടിൽ നിന്ന് വീണതാ. തിരിച്ച് കൂട്ടിൽ വെക്കാൻ ഒന്ന് സഹായിക്കാമോ? അയ്യോ, പാവം കിളിക്കുഞ്ഞ്. നമുക്കൊരു കൈ നോക്കാം. എന്താ? അയ്യോ, ആ കൂട്ടിൽ എങ്ങനെ വെക്കും? പറ്റില്ല കുട്ടികളെ. അങ്ങനെ പറയല്ലേ കുറുക്കൻ ചേട്ടാ. പറ്റില്ല മക്കളെ, അത്രയും ഉയരത്തിൽ കയറാനും പറ്റില്ല, നമുക്ക് എത്തുകയുമില്ല. പിന്നെ എന്തു ചെയ്യും? അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറുക്കൻ ചേട്ടാ? ഈ കിളിക്കുഞ്ഞിനെ കൂട്ടിൽ വെക്കണം, പക്ഷേ പറ്റുന്നില്ല. അതെന്താ ചേട്ടാ? ഉയരമാണ് പ്രശ്നം. നമുക്ക് ഒരു ഏണി കിട്ടിയാ പറ്റും. മുകളിലേക്ക് കയറി ചെല്ലാമല്ലോ. ഏണി ഇപ്പോ നിക്കേ, ഞാന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാനിപ്പോ വരാം. നമ്മുടെ കുരങ്ങൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കാര്യം എളുപ്പമായേനെ. കുരങ്ങൻ ചേട്ടന് പനിയാ, അച്ഛൻ പറയുന്നത് കേട്ടു. അയ്യോ, ആണോ? ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ. നിങ്ങളൊന്ന് മാറിയേ.
പറ്റില്ല, കൂട് ഒരുപാട് പൊക്കത്തിലാണ്. അതെ, ഏണി കിട്ടിയില്ലേ? ഏണിയില്ല കുറുക്കൻ ചേട്ടാ, അത് ഒടിഞ്ഞുപോയി. ഷോ, ഇനി എന്തു ചെയ്യും? കഴുത ചേട്ടാ, പൊക്കമല്ലേ പ്രശ്നം. അതെ, എങ്കിലേ ഒരു കമ്പ് കൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ കൂട്ടിലാക്കാം. ആ ശരിയാ, അങ്ങനെ പൊക്കം കൂട്ടാം. അതൊരു വഴിയാണ്, അങ്ങനെ നോക്കാം. ഒരു നിമിഷം. ഷോ, ഇനിയും കുറച്ച് പൊക്കം കൂടി വേണം. ഞാനും കൂടി വന്നാലോ? ആ, എന്നാ വാ. ബബ്ലു, സൂക്ഷിച്ചു കേറണേ. കുഞ്ഞിക്കിളി, നിന്നെ ഇപ്പൊ കൂട്ടിലാക്കാവേ. ആ അയ്യോ, എന്റെ കുഞ്ഞിനെന്തു പറ്റി? ഏയ് ഒന്നുമില്ല കിളിയമ്മേ, അവളൊന്ന് വീണു. ഞങ്ങൾ അവളെ സഹായിച്ചതാ. ആ അതെ, ഈ ഭാനുവും ബബലുവും കണ്ടത് കാര്യമായി. കുഞ്ഞേ, നീ പറക്കാൻ നോക്കിയതാണോ? ഇല്ല കിളിയമ്മേ, കുഞ്ഞറിയാതെ വീണു പോയതാ. എന്തൊരു തണുപ്പ്. ഇനി എൻ്റെ ചങ്ങാതിമാരെ കാണണമെങ്കിൽ നേരം വെളുക്കണം. ഉറങ്ങിയാലോ? അയ്യോ, അതിങ്ങോട്ടാണല്ലോ പറന്നു വരുന്നേ. അയ്യോ,
തീക്കട്ടയല്ലേ? ഇതൊരു ജീവിയാണല്ലോ. ഇങ്ങനെയുണ്ടോ ജീവികൾ? തീക്കട്ടയ്ക്ക് ജീവൻ വെച്ച പോലെയുണ്ട്. നീ ആരാ? പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ചങ്ങാതിയാ. അവൻ ചങ്ങാത്തം കൂടുവാ. ഞാനൊരു മിന്നാമിനിങ്ങ. ഓഹോ, ഞാൻ നിന്നെ കാണുന്നത് ആദ്യമായിട്ടാ. ഞാനും. നിന്റെ പുറത്തെന്താ, തീയാണോ? ഇത് തീയല്ല, ഇത് വെളിച്ചമാണ്. ഞങ്ങൾക്കിങ്ങനെ വെളിച്ചമുണ്ടാക്കാൻ കഴിയും. ആണോ? ചങ്ങാതി, നീ എന്റെ കയ്യിലിരുന്നോ? നിന്റെ വെളിച്ചം പൊള്ളുമോ? അതിന് ഇത് തീയൊന്നും അല്ലല്ലോ, ചൂടില്ലാത്ത വെളിച്ചമല്ലേ. എന്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാമോ? കൂട്ടം തെറ്റിയാ ഞാൻ ഇവിടെ എത്തിയത്. അയ്യോ, കൂട്ടം തെറ്റിയോ? എങ്ങനെ? എല്ലാം ഞാൻ പറയാം. കുഞ്ഞുമിന്നി, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? നമുക്കേ കുറച്ചു ദൂരം പറന്നിട്ട് വരാം, വാ. അമ്മേ, ഞാനും അവരോടൊപ്പം പോട്ടെ. അയ്യോ, വേണ്ട വേണ്ട, ദൂരെ പോയാലേ വഴിതെറ്റും. അമ്മേ, എനിക്ക് അവരുടെ കൂടെ പോണം. എന്റെ മോനെ, വലിയ പ്രകാശത്തിന്റെ മുന്നിൽ പെട്ടാൽ നിനക്ക് മറ്റുള്ളവരെ കാണാൻ കഴിയില്ല. നിനക്ക് വഴി തെറ്റും കുഞ്ഞേ. അമ്മേ, അവനെ ഞങ്ങൾ നോക്കിക്കോളാം. അവനും വരട്ടെ ഞങ്ങളുടെ കൂടെ. ശരി, പെട്ടെന്ന് എത്തണം. ഞാൻ ഇപ്പൊ ഇങ്ങെത്തും. നമുക്ക് അടുത്ത വയലിലേക്ക് പോയാലോ? 1, 2, 3. അയ്യോ അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എവിടെയാണ്? അയ്യോ, രക്ഷിക്കണേ. എന്റെ കൂട്ടുകാരെ ഒന്നും ഞാൻ പിന്നെ കണ്ടില്ല. അവരൊക്കെ വഴിതെറ്റി എങ്ങോട്ടോ പറന്നു കാണും. ഞാൻ പറന്ന് ഇവിടെ എത്തി. വിഷമിക്കേണ്ട ചങ്ങാതി, ഞാൻ നിന്നെ വയലിലേക്ക് കൊണ്ടുപോകാം. നിന്നെ അന്വേഷിച്ച് നിന്റെ അച്ഛനും അമ്മയും അവിടെ വരാതിരിക്കില്ല. അവിടെ എത്താൻ ഇനി ഒത്തിരി ദൂരം പറക്കണോ? എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം. പൂപ്പി, നീ ആ വിളക്കിന്റെ അങ്ങോട്ട് പോകല്ലേ? ഇല്ല, ഞാൻ പോകില്ല. ചങ്ങാതി, അങ്ങോട്ട് നോക്ക്, ദേ 2 മിന്നാമിനുങ്ങകൾ. ശരിയാണ്, മിന്നുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്റെ അച്ഛൻ, എന്റെ അമ്മ. അയ്യോ, എന്റെ മോനെ. ഇതാണ് എന്റെ ചങ്ങാതി പൂപ്പി. പൂപ്പിയാണ് എന്നെ രക്ഷിച്ചത്. പൂപ്പി, വളരെ നന്ദിയുണ്ട്. അനുസരണക്കേട് കാട്ടിയതിന് ഈ ശിക്ഷ. ഇനി എന്റെ അമ്മ പറയണതൊക്കെ ഞാൻ അനുസരിച്ചോളാം. പൂപ്പി, ഞാൻ പോട്ടെ. ശരി, നമുക്ക് ഇനിയും കാണാം. പൂപ്പി, ഇനിയും നമുക്ക് കാണാം. ഇനിയും കാണാം പൂപ്പി. വരവായി
ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ. പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്തു നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും 2 തരാതിരിക്കില്ല. ഈശ്വരാ, 2 ഉണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു വന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് 2 വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാനങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം. പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം. 10 പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6. 3 എനിക്ക്, 3 നിനക്ക്. 3 നല്ല രുചി. നമുക്ക് 2 കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ. അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി. ഇനി 2 മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുങ്കൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന 1 ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ. എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്നോ?
അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ, പാമ്പ്. എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തെന്നി ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഒരു പൂജാരി കാട്ടിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണമെന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ
തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. ഓ, കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോൾ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. ആ, രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാം ആ പൂജാരി അപ്പൂപ്പൻ്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ. അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി.